മാന്യപ്രേക്ഷകരെ, വിശുദ്ധരിൽ ഇന്ന് നാം പരിചയപ്പെടുക രക്തസാക്ഷിയായ വിശുദ്ധ സെബാസ്റ്റ്യനെയാണ്. ഒരു റോമൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന സെബാസ്റ്റ്യൻ ഗോളിൽ നർബോണിൽ ജനിച്ചു. സ്വാഭാവികമായി സൈനിക സേവനം സെബാസ്റ്റ്യന് അരോചകമായിരുന്നു. എങ്കിലും ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി പീഡകൾ സഹിക്കുന്നവരെ സഹായിക്കുന്നതിനു വേണ്ടി സെബാസ്റ്റ്യൻ റോമിൽ പോയി സൈന്യത്തിൽ ചേർന്നു. ഏകദേശം 283 ഈ ധീരമായ കാൽവയ്പ്. ഈ സമയം ദ്വിജരായ മാർക്കസും മാർസലിനൂസും ക്രൈസ്തവർ എന്ന ഒറ്റ കാരണത്താൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ബന്ധുജനങ്ങളുടെ പ്രേരണയാൽ രക്തസാക്ഷിത്വം ഉപേക്ഷിച്ച് മതത്യാഗത്തിനു വേണ്ടി തയ്യാറായിക്കൊണ്ടിരുന്ന ഈ ഇണപ്രാവുകളെ സെബാസ്റ്റ്യൻ ജയിലിൽ പോയി സന്ദർശിച്ച് ധൈര്യപ്പെടുത്തി. ജയിലിൽ അദ്ദേഹം നൽകിയ ഉപദേശം ജയിൽവാസികളെ ഏറെ ആകർഷിച്ചു. നിക്കോസ്റ്റാറ്റസിൻ്റെ ഊമയായ ഭാര്യയെ സെബാസ്റ്റ്യൻ സുഖപ്പെടുത്തി. 16 ജയിൽവാസികൾ മാനസാന്തരപ്പെട്ടു. മാർക്കസിൻ്റെയും മാർസലിനൂസിൻ്റെയും പിതാവ് ട്രിമിലിയാനൂസ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ വാതരോഗം സുഖപ്പെട്ടു. റോമൻ ചക്രവർത്തി ക്രൊമേഷ്യസ് തൻ്റെ മകൻ തിബൂർത്തിയൂസും മാനസാന്തരപ്പെട്ട് സെബാസ്റ്റ്യനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 285 ഡയോക്ലീഷ്യൻ റോമൻ ചക്രവർത്തിയായപ്പോൾ അദ്ദേഹം സെബാസ്റ്റ്യനെ അംഗരക്ഷക സൈന്യത്തിലാക്കി. ക്രൊമേഷ്യസും മകനും റോമിൽ നിന്ന് പലായനം ചെയ്തുവെങ്കിലും അവരെയും സെബാസ്റ്റ്യനെയും ടോർക്വറ്റസ് എന്ന ഒരു മതത്യാഗി ഒറ്റിക്കൊടുത്തു. തിബൂർത്തിയൂസിൻ്റെ തല വെട്ടിക്കളഞ്ഞു. ക്രൊമേഷ്യസും വധിക്കപ്പെട്ടു. സെബാസ്റ്റ്യനോട് ജൂപ്പിറ്റർ ദേവന് ധൂപം സമർപ്പിച്ച് ജീവൻ സംരക്ഷിക്കാൻ ചക്രവർത്തി നൽകിയ ഉപദേശം അദ്ദേഹം അവജ്ഞതാപൂർവം തിരസ്കരിക്കുകയാണ് ചെയ്തത്. തീയിലിട്ട് ദഹിപ്പിക്കുമെന്ന് ചക്രവർത്തി ഭീഷണിപ്പെടുത്തിയപ്പോൾ സെബാസ്റ്റ്യൻ പറഞ്ഞതാകട്ടെ, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി തീക്കനലിൽ കൂടി നടക്കുന്നത് റോസാപ്പൂമത്തയിൽ കൂടി നടക്കുന്നത് പോലെ എത്രേ എന്നതാണ്. സെബാസ്റ്റ്യനെ അമ്പെയ്ത് കൊല്ലുവാൻ ചക്രവർത്തി ഉത്തരവിട്ടു. ഘാതകർ സെബാസ്റ്റ്യനെ ഒരു മരത്തിൽ വരിഞ്ഞുകെട്ടി അമ്പെയ്തു. മരിച്ചുവെന്ന് കരുതി ആരാചാരന്മാർ പോയപ്പോൾ ഐറിൻ എന്ന ഒരു ഭക്ത സ്ത്രീ ചെന്ന് സെബാസ്റ്റ്യനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്തി. മരിച്ചിട്ടില്ലെന്ന് കേട്ടപ്പോൾ ചക്രവർത്തി സെബാസ്റ്റ്യനെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു കൊല്ലുവാൻ ഉത്തരവിട്ടു. അങ്ങനെ സെബാസ്റ്റ്യൻ രക്തസാക്ഷിത്വ മകുടം ചൂടി. സൈനിക സേവനം ഭക്തജീവിതത്തിന് അത്ര അരോചകമല്ല. എന്നിട്ടും സെബാസ്റ്റ്യൻ ഒരു ഉത്തമ പ്രേക്ഷിതനായി ദൈവത്തെ സ്നേഹിച്ചു. അവിടുത്തെ പ്രതി രക്തവും ചിന്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നും നമുക്ക് പ്രചോദനമായിരിക്കേണ്ടതാണ്. ഞങ്ങളുടെ വിലാസം സമന്വയ വിഷൻ, ജോൺ പോൾ സെക്കൻഡ് നഗർ, മാറനല്ലൂർ, കുവളശ്ശേരി PO, തിരുവനന്തപുരം 695512. ഇമെയിൽ palagan2011@gmail.com. പാലകൻ വാർത്തകൾ നിങ്ങൾക്ക് യൂട്യൂബിലും കാണാം. യൂട്യൂബിൽ പാലകൻ്റെ മുൻ എപ്പിസോഡുകളും വാർത്തകളും കാണുന്നതിന് YouTube/പാലകൻ. നിങ്ങളുടെ ദൈവാലയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കുക 98 47 03 1802, 94 96 81 36 34, 98470 31802, 9496 813634. മഴക്കാറുമായ്ക്കും മഴവില്ലു നീ, എൻ മഴവില്ലു നീ, എൻ മഴവില്ലു നീ. മഴക്കാറുമായ്ക്കും മഴവില്ലു നീ, എൻ മഴവില്ലു